നമ്മുടെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ നാം അതിനെന്നും നന്ദിയുള്ളവരായിരിക്കണം എന്നത് ഏറെ സത്യമായ കാര്യമാണ്. മറ്റൊരാൾ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ, മറ്റൊരാൾ നമ്മളെ സഹായിക്കുമ്പോഴൊക്കെ മാനുഷികമായി നമുക്ക് അവരോട് നന്ദിയും കടപ്പാടും തോന്നുന്നത് പോലെ അതിനെല്ലാം ഉപരിയായി നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ അത് തന്ന ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ 13-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ എന്ന് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട്, നന്മ ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ല, നന്മ ചെയ്യാൻ നോക്കട്ടെന്നല്ല, നന്മ കിട്ടുമെന്നല്ല, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പാട്ടുപാടുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് നന്ദി അർപ്പിക്കുക, സ്തോത്രം അർപ്പിക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക എന്ന അർത്ഥമൊക്കെ അതിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നന്മ ലഭിക്കുമ്പോൾ ആ സെക്കൻഡിൽ മാത്രം സന്തോഷിക്കുന്ന അനുഭവമാണ് പലപ്പോഴും മനുഷ്യരായ നമ്മളിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്നുമെന്ന് നന്ദിയുള്ളവരായിരിക്കാൻ നമ്മെല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ ഒരു പകല്, ഒരു പ്രഭാതം കൂടെ, ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ദൈവം തരുന്ന നന്മകൾക്കെന്നുമെന്നും നന്ദി അർപ്പിക്കുന്നവരായി മാത്രമല്ല, നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങൾ, മണിക്കൂറുകൾ, നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ സകല നന്മകൾക്കും എന്നുമെന്നും ദൈവം മുമ്പാകെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.